ഹലോ, അപ്പൊ നമ്മൾ ഇന്നുള്ളത് ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം തൊട്ടടുത്ത് കുതിരമാളിക എന്നുള്ളൊരു കൊട്ടാരമുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം നിങ്ങൾ ഈ പുറയിൽ കാണുന്നത്. അപ്പൊ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് പത്മതീർത്ഥം എന്ന് പറഞ്ഞൊരു കുളം കാണാനായിട്ട് സാധിക്കും. അതാണ് വ്യൂ വരുന്നത്. അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കുതിരമാളിക. അത് പഴയ രാജകൊട്ടാരമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ടിക്കറ്റാണ് കിട്ടുന്നത്. രണ്ടും സെയിം എൻട്രൻസ് തന്നെയാണ്. ഒന്ന് നമുക്ക് വരുന്നത് കുതിരമാളികയുടെ, രണ്ടാമത് വരുന്നത് നമുക്ക് ചിത്രാലയം എന്നുള്ള 2 പാലസ് ഉണ്ട്. അപ്പോൾ 2 പാലസിലേക്കുള്ള 2 ടിക്കറ്റാണ്. നമ്മുടെ മെയിനായിട്ടുള്ള പാലസിലേക്ക് കുതിരമാളികയിൽ വരുന്നത് 70 രൂപയും നമ്മുടെ ചിത്രാലയത്തിൽ വരുന്നത് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് പാസ് ചെയ്തിട്ടുണ്ട് പോവാം. നമ്മളപ്പോൾ ഇപ്പോൾ കുതിരമാളികയുടെ എൻട്രൻസിലോട്ടാണ് പോകാൻ പോകുന്നത്. നമുക്ക് കൊട്ടാരമൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ബാ. നമ്മളിപ്പോൾ കുതിരമാളിക പാലസിന്റെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് റൂം ഉണ്ട്, നമുക്ക് അവിടെ വെക്കാൻ പറ്റും. പക്ഷേ ക്യാമറയ്ക്ക് ആക്സസ് ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ പുറത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. 50 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ പേയ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. അത് ജസ്റ്റ് ഇപ്പം നമ്മൾ നോർമലുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി 50 രൂപയുടെ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് വരാം. ഇവിടെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോട്രി ഒക്കെയാണ്. അപ്പൊ ജസ്റ്റ് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന പല്ലക്കാരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കുതിരമാളിക കൊട്ടാരത്തിനകത്താണുള്ളത്. ഇവിടെ രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പഴയ സാധനങ്ങൾ, അവരുടെ സംഭവങ്ങൾ, പിന്നെ അവരുടെ മറ്റേ ചെയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അതൊക്കെ ഭയങ്കര സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുതിരമാളിക കൊട്ടാരത്തിലെ പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, പിന്നെ അവരുടെ സിംഹാസനങ്ങൾ, അവരുടെ മെത്തകൾ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സെറ്റ് പോലെ തന്നെ അന്ന് രാജാക്കന്മാർ ഇരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, പണ്ടത്തെ ക്രാഫ്റ്റ് വർക്കുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അകത്താണ് കുറച്ചൊക്കെ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അവർക്ക് ക്യാമറ ആക്സസ് വളരെ കുറവാണ്. അവർ അത് ലിമിറ്റഡ് ആയിട്ട് ഇതൊക്കെ എടുക്കാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നത് ആക്ച്വലി. അപ്പം നല്ല ഭംഗിയായിരുന്നെല്ലാം കാണാനായിട്ട്. പഴയ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ആന കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡച്ച് യുദ്ധത്തിൽ രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തോക്കുകളാണ്, ഇത്ര വലിയ നീളമുള്ള തോക്കുകളൊക്കെ ഉണ്ട്. എന്നെക്കാട്ടിലും ഹൈറ്റുള്ള വലിയ തോക്കൊക്കെ അവിടെ നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും എടുക്കാനായിട്ട് നമുക്ക് ക്യാമറ ആക്സസ് ഇല്ല. എന്നെക്കാട്ടിലും വലിയ തോക്കുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡച്ച് യുദ്ധത്തിൽ രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു യുദ്ധത്തിന്റെ സമയത്തൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് വന്നാൽ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കൊട്ടാരത്തിൽ വന്നാൽ കാണാനായിട്ട് പറ്റും. പോകാൻ പോകുന്നത് ചിത്രാലയം എന്ന് പറഞ്ഞൊരു കൊട്ടാരത്തിലേക്കാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊട്ടാരം വരുന്നത്. അവിടെ നമ്മുടെ പഴയ പെയിന്റിങ്സും രാജാക്കന്മാരുടെ രാജ കാലഘട്ടത്തിലുള്ള പെയിന്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മൾ ചിത്രാലയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളപ്പം ചിത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കിട്ടിയതിൽ 30 രൂപയുടെ പാസ്സാണ് ചിത്രാലയത്തിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ചിത്രാലയത്തിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്.
നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് ചിത്രാലയത്തിലാണ്. ഇവിടെ കൂടുതലുള്ളത് പെയിന്റിങ്സ് ആണ്, ഫോട്ടോസ്, പഴയ കാലത്തെ ഫോട്ടോസും പിന്നെ രാജാക്കന്മാർ വരച്ച പെയിന്റിങ്സ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ചുറ്റുവട്ടത്ത് 3-4 സെക്ഷൻസ് ഉണ്ട്. അവിടെ ഫുൾ കംപ്ലീറ്റ് ഇതാണ് വരുന്നത്. 1900-ലെ സെക്രട്ടേറിയറ്റിന്റെ ഫോട്ടോയാണിത്. ഒറിജിനൽ ആണ്, അന്നത്തെ രാജാക്കന്മാർ എടുത്തിരുന്നതാണ്. ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് ആണിത്, ഒറിജിനൽ ഫോട്ടോ ആണിത്. എന്ന് പറയുന്നത് കേണൽ മർഫിയും അദ്ദേഹത്തിന്റെ മിസ്സസും 1941 നമ്മളുടെ കനകക്കുന്ന് പാലസിൽ വെച്ചിട്ട് ഒരു വിരുന്നിന് വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടപ്പോൾ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. ഇത് ആക്ച്വലി ക്ലിയർ ഫോട്ടോയാണ്, നല്ല ഫോട്ടോയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊട്ടാര ദർശനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആക്ച്വലി തൊട്ടടുത്തടുത്താണ് രണ്ടും വരുന്നത്. ഇതാണ് കുതിരമാളിക, അതാണ് ചിത്രാലയം. രണ്ടും ഒരേ റൗണ്ടിൽ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൊട്ടാരമാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. കുതിരമാളികയ്ക്കകത്ത് മെയിനായിട്ട് വരുന്നത് പണ്ടത്തെ കൊട്ടാരത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ്, പാത്രങ്ങൾ, ചെയറുകൾ, അങ്ങനത്തെ സിംഹാസനങ്ങളൊക്കെ. പക്ഷെ ചിത്രാലയത്തിൽ വരുന്നത് ഫുൾ പെയിന്റിങ്സ് ആണ്. പെയിന്റിങ്സും ഉണ്ട്, പണ്ട് രാജാക്കന്മാർ എടുത്തിട്ടുണ്ടായിരുന്ന റിയൽ ആയിട്ടുള്ള ഫോട്ടോസും ഉണ്ട്. അത് കുറേ കാലഘട്ടം മുന്നത്തെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, റിയൽ ഫോട്ടോസും അവരവിടെ വെച്ചിട്ടുണ്ട്. സുരക്ഷിതമായിട്ടാണ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഏകദേശം നമ്മളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ബൈ ബൈ.